കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനം നമുക്ക് സൂക്ഷിച്ച് പഠിക്കാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചുകൊണ്ടിരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി തിരുവഴുത്തിലെ പല മെറ്റഫേഴ്സും സിമിലീസും ഉപയോഗിച്ചിട്ടുള്ളതായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഉത്തമഗീതത്തിലും വെളിപ്പാട് പുസ്തകത്തിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ പല ശ്രേഷ്ഠതകളെയും വിവരിച്ച് പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ യൂദയുടെ സിംഹമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് കർത്താവിനെ യഹൂദയുടെ സിംഹമായിട്ട് എവിടെയൊക്കെയാണ് കാണുന്നതെന്ന് പല വേദഭാഗത്തിൽ നിന്ന് നാം ചിന്തിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ബെന്യാമീന്യ ഗോത്രത്തെ സംബന്ധിച്ച് അവരുടെ മധ്യേ വലിയൊരു പാപം ഉണ്ടായ വേളയിൽ അവിടെ ഇസ്രായേൽ മക്കൾ എല്ലാവരും കൂടി വന്ന് യഹോവയുടെ മുമ്പാകെ നിൽക്കുകയും ആലോചന ചോദിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ യഹൂദ കടന്നു ചെന്ന് ബെന്യാമീനരെ ഒക്കെയും കൊന്നുകളയട്ടെ എന്ന് ഒരു യുദ്ധത്തിന് ഓർഡർ ഇടുന്ന ഒരു സിംഹത്തെ പോലെ കർത്താവായ യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ യഹോവയായ ദൈവത്തെ നമ്മൾ ഏവരും ശ്രദ്ധിച്ചു കണ്ടു. അതായത് പാപത്തോട് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യുകയോ അതിനോട് ചേർന്ന് നിൽക്കുകയോ ചെയ്യാത്ത സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അവൻ പാപം എന്തെന്ന് അറിയാത്തവനാണ്, എന്നാൽ നമുക്ക് വേണ്ടി അവൻ പാപം ആക്കപ്പെട്ടു എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ടാണല്ലോ ഉത്തമഗീതത്തിൽ നമ്മളിങ്ങനെ കണ്ടത്, അവൻ വെണ്മയും ചുവപ്പും ഉള്ളവനാണ് എന്ന് പറഞ്ഞാൽ, വെണ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിൽ യാതൊരു പാപവും ഇല്ല, എന്നാൽ അതേസമയം അവൻ ചുവപ്പുള്ളവനാണ്. അതെങ്ങനെയാ അത് പറ്റുന്നത്? നമുക്ക് വേണ്ടി അവൻ പാപമാക്കപ്പെട്ടപ്പോൾ അവനെ ചുമന്നവനായിട്ട് നമുക്ക് കാണാം. അവൻ പാപം അറിഞ്ഞിട്ടില്ല, എന്നാൽ നമുക്ക് വേണ്ടി അവൻ പാപമാക്കപ്പെട്ടു. അതുകൊണ്ട് ഒരേ സമയം അവൻ വെണ്മയും ചുവപ്പുമുള്ളവനായി നമ്മൾ അവനെ കണ്ടു. മാത്രമല്ല, സഭയോടുള്ള ബന്ധത്തിലും കർത്താവായ യേശുക്രിസ്തു പല കാര്യങ്ങളിലും സന്തുഷ്ടനല്ല എന്നുള്ള കാര്യം നമ്മൾ കാണുകയുണ്ടായി. കാരണം യഹൂദയുടെ സിംഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപക്ഷെ രോമാഞ്ചം കൊള്ളുവാനും നമ്മൾ അഭിമാനിക്കുവാനും ഒക്കെ ഉള്ള സകല സാധ്യതയുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു എന്ന സിംഹം സഭയാകുന്ന മേച്ചിൽപ്പുറങ്ങളെ നോക്കി ഗർജിച്ചിരിക്കുന്നു എന്ന് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുകയുണ്ടായി. ഈ ആലോചനയോടെ ചേർന്ന് ചില കാര്യങ്ങൾ കൂടെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഹോശേയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഞാനോ മിസ്രൈം ദേശം മുതൽ നിന്റെ ദൈവമായ യഹോവയാകുന്നു. എന്നെ അല്ലാതെ വേറൊരു ദൈവത്തെ നീ അറിയുന്നില്ല. ഞാനല്ലാതെ ഒരു രക്ഷിതാവില്ലല്ലോ. ഞാൻ മരുഭൂമിയിൽ ഏറ്റവും വരണ്ട ദേശത്ത് തന്നെ നിന്നെ മേയിച്ചു. അവർക്ക് മേച്ചിൽ ഉള്ളതുപോലെ അവർ മേഞ്ഞ് തൃപ്തരായപ്പോൾ അവരുടെ ഹൃദയം ഉയർന്നു. അതുകൊണ്ട് അവർ എന്നെ മറന്നു കളഞ്ഞു. ആകയാൽ ഞാൻ അവർക്കൊരു സിംഹത്തെ പോലെ ഇരിക്കും, വഴിയരികെ വള്ളിപ്പുലിയെ പോലെ ഞാൻ അവർക്കായി പതിയിരിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ഇസ്രായേൽ മക്കളെ എങ്ങനെയാണ് കർത്താവ് മരുഭൂമിയിൽ കൂടെ വഴി നടത്തിയതെന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. അവിടെ ഞാനല്ലാതെ ഒരു രക്ഷിതാവില്ലല്ലോ. മരുഭൂമിയിലെ വരണ്ട ദേശത്തൂടെ യാതൊരു സാധ്യതയും ഇല്ലാതെ, പച്ചപ്പോ അങ്ങനത്തെ യാതൊരു അങ്ങനത്തെ ഫലഭൂയിഷ്ഠതയോ അങ്ങനെ ഒന്നും ഇല്ലാത്ത സ്ഥലത്തുകൂടെ കർത്താവ് അവരെ നടത്തി. എന്നാൽ അവിടെ മേച്ചിൽ ഉള്ളതുപോലെ അവർ മേഞ്ഞു എന്ന് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുക. എന്നാൽ മേച്ചിൽ ഇല്ലാത്ത സ്ഥലത്ത് മേഞ്ഞവർ തൃപ്തരായപ്പോൾ അവർക്ക് മന്ന ലഭിച്ചു, അവർക്ക് കാടൻ ലഭിച്ചു, അവർ ചോദിച്ച എല്ലാ കാര്യങ്ങളും, വെള്ളം ലഭിച്ചു, എല്ലാം അവർക്ക് ലഭിച്ചിട്ടും അതെല്ലാം അവർ ആസ്വദിച്ച് തൃപ്തരായി കഴിഞ്ഞിട്ടും അവരുടെ ഹൃദയം ഉയർന്നതായിട്ട് നമ്മൾ വായിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഈ നമ്മുടെ ഭൂമിയിലെ യാത്രയിൽ കർത്താവ് നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകുന്നുണ്ടെന്നുള്ളതൊക്കെ ശരിയാ. പക്ഷേ ഇസ്രായേൽ മക്കളെ പോലെ എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയം ഉയർന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് അവർ എന്നെ മറന്നു കളഞ്ഞു. അങ്ങനെ മറന്നു കളയുന്ന ഒരു സന്ദർഭത്തിൽ കർത്താവ് നീതിമാനായതുകൊണ്ട് അവനവന്റെ സ്വഭാവം ത്യജിച്ചു കളയാൻ കഴിയാത്തത് കൊണ്ടും അവന്റെ സ്വഭാവം ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെടുത്തി അവന്റെ മഹത്വം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്ന ഒരു യഹോവ ആയതുകൊണ്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവർക്കൊരു സിംഹത്തെ പോലെ ഇരിക്കും,
വഴിയരികെ വള്ളിപ്പുലിയെ പോലെ ഞാൻ അവർക്കായി പതിയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നാം കഴിഞ്ഞ ആഴ്ച ഒരു സിംഹത്തെ പോലെ അവനെ കണ്ടു. ഇപ്പോൾ ഇവിടെ വേറൊരു മൃഗത്തോടു കൂടെ കർത്താവിനെ താരതമ്യപ്പെടുത്തിയിരിക്കുക. ഒരു വള്ളിപ്പുലിയെ പോലെ ഞാൻ അവർക്കായി പതിയിരിക്കും. ഇംഗ്ലീഷിൽ ഐ വിൽ ലർക്ക് ലൈക്ക് എ ലെപ്പേർഡ് എന്നാണ് എഴുതിയേക്കുന്നത്. അതായത് ലെപ്പേർഡ് എന്ന് പറഞ്ഞാൽ പുള്ളിപ്പുലി എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ വള്ളിപ്പുലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ ലെപ്പേർഡ് എന്നുള്ള ആ മൃഗത്തെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ പുള്ളിപ്പുലിയെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ അതിലും അനേകം പ്രത്യേകതകളുണ്ട്. ഒരു സിംഹത്തിനോട് വിപരീതമായിട്ട് പുള്ളിപ്പുലി ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മൃഗമാണ്. മാത്രമല്ല അതിന് വളരെ സ്റ്റെൽത്ത് ഉണ്ട്, വളരെ സ്പീഡും സ്റ്റെൽത്തും ചടുലതയും സീക്രട്ട്, അതായത് ഒളിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ കാട്ടിന്റെ മറവിലേക്ക് ഒളിച്ചിരുന്ന് പതിയിരുന്ന് വേട്ടയാടുന്ന ഒരു സ്വഭാവമുള്ളതായിട്ട് നമുക്ക് പുള്ളിപ്പുലിയെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും. അതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിന് അനേകം പുള്ളികളുണ്ട്. അതിന്റെ കോട്ട് കണ്ടു കഴിഞ്ഞാൽ, അതിന്റെ ആ സ്കിൻ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിനെ മിസ്റ്റേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇതൊരു പുള്ളിപ്പുലിയാണെന്ന്. അതിന്റെ കാരണം അതിന്റെ പുള്ളികൾ തന്നെയാണ്. പുള്ളിപ്പുലിയെ പറ്റി നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം, അത് നല്ലൊരു മരം കയറിയാണ്. യൂട്യൂബിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് മരത്തിൽ കയറിയിരുന്ന് ആ കാട് സമഭൂമി ഒക്കെയും വീക്ഷിച്ച് അതിന്റെ ഇരകളെയും അതിന്റെ ശത്രുക്കളെയും ഒക്കെ വളരെ വ്യക്തമായിട്ട് നല്ല വീക്ഷണത്തിൽ കാണുന്ന ഒരു മൃഗമായിട്ട് അത് ഇരിക്കുന്നു. നമ്മൾ തിരുവഴുത്തിലോട്ട് വരുമ്പോൾ പുള്ളിപ്പുലിയെ പറ്റി വളരെ കുറച്ച് കാര്യങ്ങൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യിരെമ്യാവിന്റെ പ്രവചനം 13-ാം അധ്യായം 23-ാമത്തെ വാക്യം. യിരെമ്യാവിന്റെ പ്രവചനം 13-ാം അധ്യായം 23-ാമത്തെ വാക്യം. കൂശ്യന് തന്റെ ത്വക്കും പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ? ഒരിക്കലും പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളികളെ മാറ്റിക്കളയുവാനായിട്ട് കഴിയത്തില്ല എന്ന് തിരുവെഴുത്ത് നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് ഈ ഒരു പുള്ളിപ്പുലിയോട് സമനാക്കി അല്ലെങ്കിൽ ആ സ്വഭാവമുള്ളവനായിട്ട് പറഞ്ഞിരിക്കുന്നത്? പുള്ളിപ്പുലിക്ക് ഒരിക്കലും അതിന്റെ പുള്ളിയെ മാറ്റുവാനായിട്ട് സാധ്യമല്ല എന്ന് പറയുന്ന പോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിന് തന്റെ സ്വഭാവത്തെ മാറ്റുവാനായിട്ട് സാധ്യമല്ല. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. പുള്ളിപ്പുലിയിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന് ഒരു മെലാനിൻ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോട്ട് ആ യെല്ലോ കളർ മാറി ഒരു കറുത്ത കളറായിട്ട് മൊത്തത്തിൽ ഒരു കരിമ്പുലിയായിട്ട് നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ കരിമ്പുലിയെ പോലും സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ടുള്ളവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ള കാര്യമാണ്. അവരതിന്റെ കോട്ടിലേക്ക് ആ പ്രകാശം കൂടുതലായിട്ട് അടുപ്പിക്കുമ്പോൾ ആ കറുത്ത കൂരിട്ട് നിറഞ്ഞ ആ ത്വക്കിനിടയിൽ കൂടെ പോലും നമുക്ക് അതിന്റെ പുള്ളികളെ, കറുത്ത പുള്ളികളെ കാണുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു കരിമ്പുലിയുടെ പുള്ളികൾ പോലും വളരെ വ്യക്തമായിട്ട് പ്രകാശത്തിന്റെ കീഴെ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവിടെ തിരുവെഴുത്ത് പറയുന്നുണ്ട് പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളി മാറ്റുവാനായിട്ട് സാധ്യമല്ല എന്ന് പറയുന്ന പോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിന് തന്റെ സ്വഭാവം മാറ്റുവാനായിട്ട് കഴിയുകയില്ല. 2 തിമോത്തിയോസ് 2:13 നമ്മൾ ഇങ്ങനെ കാണുന്നത്, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസ്യ യോഗ്യമാകുന്നു. അവന്റെ സ്വഭാവം അവൻ ഒരിക്കലും ത്യജിച്ചു കളയുവാനായിട്ട് കഴിയത്തില്ല. അങ്ങനെയാണ് തിമോത്തിയോസിന് പൗലോസ് എഴുതുമ്പം അവനെ ഉറപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അവൻ ഒരിക്കലും തന്നെത്താൻ ത്യജിച്ചു കളയുവാനായിട്ട് കഴിയുകയില്ല. അതിനോടനുബന്ധിച്ച് ചിന്തിക്കുമ്പോൾ എബ്രായ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യങ്ങളിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ, കർത്താവെ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കും, നീയോ നിലനിൽക്കും, അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോവും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോവും, നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. പിതാവാം ദൈവം പുത്രനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. മാത്രമല്ല യെശയ്യാവിന്റെ പ്രവചനം 41-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ആദ്യം മുതൽ തലമുറകളെ വിളിച്ചവൻ യഹോവയായ ഞാൻ ആദ്യനും അന്ത്യന്മാരോടുകൂടെ അനന്യനും ആകുന്നു.
അതായത് ഭൂമിയിൽ ഇനി ജനിക്കാൻ ഇരിക്കുന്നവർ അവസാനത്തെ തലമുറ വരെ ഉള്ളവരോട് കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാലും അവർക്കും കൂടെ അനന്യനായിട്ടിരിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഏറ്റവും അവസാനത്തെ ജനറേഷനിലുള്ള മനുഷ്യന്മാർക്കും കർത്താവ് ഇന്ന് നമ്മളോട് എങ്ങനെയായിരിക്കുന്നു, നമ്മുടെ പൂർവ്വപിതാക്കന്മാരോട് എങ്ങനെയായിരുന്നു, അതേ രീതിയിൽ തന്നെ ആയിരിക്കും കർത്താവ് ഇടപെടുന്നത്. അതുകൊണ്ട് അവന് തന്റെ സ്വഭാവം ത്യജിച്ചു കളയുവാൻ സാധ്യമല്ല. രണ്ടാമതായിട്ട് പുള്ളിപ്പുലിയിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത് ഭയങ്കര ക്യാമഫ്ലജ് ഉള്ളൊരു ജീവിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് അതിൻ്റെ ആ സ്കിന്നിന്റെ പ്രത്യേകത കൊണ്ട് പച്ച ഇലകളുടെയോ അല്ലെങ്കിൽ പച്ച മരത്തിന്റെയോ ഒക്കെ കീഴിൽ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ കണ്ടെത്തുവാൻ വളരെ പ്രയാസമാണ്. അതായത് മറഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവം പുള്ളിപ്പുലിക്കുണ്ട്. അതിന്റെ കോട്ടിന്റെ പ്രത്യേകത കൊണ്ട് നമുക്കതിനെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യുവാനോ അതിനെ കണ്ടുപിടിക്കുവാനോ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഇരകൾക്ക് ഒരിക്കലും അതിനെ അത്ര പെട്ടെന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയുകയില്ല. നാം യെശയ്യാവിന്റെ പ്രവചനം 45 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 15 വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്: ഇസ്രായേലിന്റെ ദൈവവും രക്ഷിതാവും ആയുള്ളവേ, നീ മറഞ്ഞിരിക്കുന്ന ദൈവം ആകുന്നു സത്യം. ഒരു പുള്ളിപ്പുലി മറ്റുള്ള ശത്രുക്കൾക്ക് അല്ലെങ്കിൽ തന്റെ ഇരകൾക്ക് മറഞ്ഞിരിക്കുന്നത് പോലെ ദൈവം ഏവർക്കും മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമാണ് എന്ന് യെശയ്യാ പ്രവാചകൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ഒരു വ്യക്തിയോട് മറഞ്ഞിരിക്കുന്നത്? അതിന് 2-3 കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമത്, ഒരു വ്യക്തി അവിശ്വാസിയായിട്ട് അല്ലെങ്കിൽ വിശ്വാസത്തിൽ എത്തേണ്ട വളർച്ച എത്തിയില്ലെങ്കിൽ അവന് കർത്താവ് മറഞ്ഞിരിക്കുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് എമ്മാവസിലേക്ക് നടന്നുപോയ ശിഷ്യന്മാരുടെ കാര്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 15 വാക്യത്തിൽ അവർ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അതായത് കർത്താവ് ആണെന്ന് അവരോട് ആദ്യം അറിയിച്ചില്ല. കാരണം അവർ വളരെ ദുഃഖിതരായി വാടിയ മുഖത്തോടെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടവരായി നടന്നു പോയത് കൊണ്ടാണ് കർത്താവ് തന്നെത്താൻ ആദ്യമേ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാത്തത്. എന്നാൽ പിന്നത്തേതിൽ അവരുടെ കണ്ണുകൾ തുറക്കുകയും അവരുടെ ഹൃദയം ദൈവത്തിന്റെ വചനം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ കർത്താവിനെ അവർ തിരിച്ചറിയുകയും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു വ്യക്തി പാപത്തിൽ തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവന് മറഞ്ഞിരിക്കുന്നവനായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിലാപങ്ങളുടെ പുസ്തകം 3 അധ്യായം അതിന്റെ 43 വാക്യം, 43-44. വിലാപങ്ങളുടെ പുസ്തകം 3 അധ്യായം 43-44. ഞങ്ങൾ അതിക്രമം ചെയ്ത് മത്സരിച്ചു, നീ ക്ഷമിച്ചതുമില്ല. നീ കോപം പുതച്ച് ഞങ്ങളെ പിന്തുടർന്നു, കരുണ കൂടാതെ കൊന്നുകളഞ്ഞു. ഞങ്ങളുടെ പ്രാർത്ഥന കടക്കാതെ വണ്ണം നീ മേഘം കൊണ്ട് നിന്നെ തന്നെ മറച്ചു. ഇങ്ങനെ ഒരു പുള്ളിപ്പുലി മറഞ്ഞിരിക്കുന്നത് പോലെ ദൈവം തന്നെ വിശ്വസിക്കാത്തവർക്ക് അല്ലെങ്കിൽ പാപത്തിൽ തുടർന്നവർക്ക് മുമ്പാകെ മറഞ്ഞിരിക്കുന്ന ഒരു കർത്താവായിട്ട് നമ്മൾ അവനെ കാണുന്നു. മാത്രമല്ല, നമ്മൾ ആദ്യം വായിച്ച വേദഭാഗത്ത് അവിടുത്തെ ജനത്തെ സംബന്ധിച്ച് അവനൊരു പുള്ളിപ്പുലിയെ പോലെ ഇരിക്കുന്നതായിട്ട്, ഒരു വള്ളിപ്പുലിയെ പോലെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ കാരണം അവർ ഈ കർത്താവിൽ നിന്ന്, ഈ നല്ലവനായ ദൈവത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞ് അവരുടെ വഴികളിലേക്ക് തിരിഞ്ഞത് കൊണ്ടാണ് അവൻ അവരുടെ ജീവിതത്തിൽ ഒരു പുള്ളിപ്പുലിയായിട്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി പുള്ളിപ്പുലിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാഴ്ചശക്തിയുള്ള ഒരു മൃഗമാണ്. വളരെ ദീർഘ വീക്ഷണമുള്ളൊരു മൃഗമായിട്ട് നമുക്ക് പുള്ളിപ്പുലിയെ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ആനുവൽ പ്ലാന്റ് ഒക്കെ കാണുകയാണെങ്കിൽ ഇടയ്ക്ക് ഈ മരത്തിന്റെ മുകളിൽ നിന്ന് അത് വളരെ വ്യക്തമായിട്ട് ഇരയെ കാണുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ഏതെങ്കിലും ഇര ശ്രദ്ധിക്കാതെ ആ മരത്തിന്റെ കീഴ്വഴി നടന്നു കഴിഞ്ഞാൽ ഈ പുള്ളിപ്പുലി ചില്ലകളിൽ നിന്ന് ചാടി അതിനെ പിടിക്കുന്ന ഒരു വളരെ അഭ്യാസമുള്ളൊരു മൃഗമായിട്ട് നമുക്ക് അതിനെ കാണുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞ പോലെ തന്നിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോകുന്ന ഏതൊരു വിശ്വാസികളെയും സംബന്ധിച്ച് ദൈവം ഒരു പുള്ളിപ്പുലിയെ പോലെ ഇരിക്കുന്നു. വളരെ കാഴ്ചശക്തിയും ദീർഘവീക്ഷണവും ഉള്ളൊരു മൃഗമാണ് പുള്ളിപ്പുലി. എന്ന് പറഞ്ഞ പോലെ യഹോവ വളരെ പ്രത്യേകത തൻ്റെ ദൃഷ്ടിക്ക് ഉള്ളതായിട്ട് നമ്മൾ തിരുവഴുത്തിൽ കാണുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഭാഗമാണ് അത്. അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്തത ഉള്ള കണ്ണുകളാണെന്ന് വെളിപ്പാടിൽ പറയുന്നുണ്ട്. അതേസമയം ഉത്തമഗീതം 5 അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇടയച്ചെറുക്കനെ പറ്റി വിവരിക്കുന്ന ഭാഗത്ത് അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്ത് പ്രാവുകൾക്ക് തുല്യം എന്ന് പറയുന്നുണ്ട്.
അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതും അങ്ങനെ ഭംഗിയുള്ളതായിട്ട് ഉത്തമഗീതത്തിൽ നമ്മൾ കാണുന്നു. എന്നാൽ അതേസമയം അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണുമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു പുള്ളിപ്പുലി പതുങ്ങിയിരിക്കുമ്പോൾ അതിന്റെ ശ്രദ്ധ എപ്പോഴും അതിന്റെ ടാർഗറ്റിൽ തന്നെ, അതിൽ നിന്ന് അതിനെ ഒരിക്കലും മാറ്റുവാനായിട്ട് സാധ്യമല്ല. അതിന്റെ ലക്ഷ്യം എപ്പോഴും അത് ഫോക്കസ് ചെയ്യുന്ന ആളിൽ തന്നെയാണ്. ഒരു വ്യക്തി പാപത്തിലേക്ക് തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ ഫോക്കസ് ഒരിക്കലും ആ വ്യക്തിയിൽ നിന്ന് മാറത്തില്ല. ഒരു പുള്ളിപ്പുലി പതിയിരിക്കുന്നത് പോലെ ആ വ്യക്തിയെ പതിയിരുന്ന് പിടിക്കുക തന്നെ ചെയ്യും. അതാണ് ഹോശേയയുടെ പ്രവചനത്തിൽ നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് ഈ കർത്താവ് ഈ ഒരു പുള്ളിപ്പുലിയെ പോലെ നമ്മളുടെ മേൽ ദൃഷ്ടി വെക്കുന്നത്? സദൃശ്യവാക്യങ്ങൾ 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ണുകളായിട്ട് നമുക്ക് യഹോവയുടെ കണ്ണുകളെ കാണുവാനായിട്ട് സാധിക്കും. അല്ല, എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നവുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് എന്നിങ്ങനെ എബ്രായ ലേഖനകാരൻ പറയുന്നുണ്ട്. അപ്പോൾ അവനെ പിരിഞ്ഞ് അവന്റെ കണ്ണുകളെ വെട്ടിച്ച് നമുക്കൊരു കാര്യവും പ്രവർത്തിക്കുവാനായിട്ട് സാധ്യമല്ല എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സങ്കീർത്തനങ്ങളിൽ നമ്മളിങ്ങനെ പിന്നെയും വായിക്കുന്നു, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. For the eyes of the Lord range throughout the earth to strengthen those whose heart are fully committed to him. അപ്പോൾ തന്നിൽ നിന്ന് തെറ്റി ഒഴിയുന്നവരുടെ മേൽ മാത്രമല്ല തന്റെ ദൃഷ്ടി ഇരിക്കുന്നത്, തനിക്കായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന ഏവരുടെ മേലും തന്റെ ദൃഷ്ടി ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കർത്താവ് പതിയിരുന്നതായിട്ട് അല്ലെങ്കിൽ തന്റെ ദൃഷ്ടി ശ്രദ്ധയോടെ വെച്ച അനേക സന്ദർഭങ്ങൾ നമുക്ക് തിരുവഴുത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അതിൽ ചിലതിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഒന്നാമതായിട്ട് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങൾ. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സമ്പത്തിൽ നിന്ന് മിസ്രൈമ്യ സൈന്യത്തെ നോക്കി മിസ്രൈമ്യ സൈന്യത്തെ താറുമാറാക്കി. അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രൈമ്യർ നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക, യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ കാണുന്നത് അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് നമ്മുടെ കർത്താവ് മിസ്രൈമ്യ സൈന്യത്തെ നോക്കി താറുമാറാക്കി എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ കർത്താവിന്റെ നോട്ടത്തിന്റെ ഒരു പ്രത്യേകത നമുക്കിവിടെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവന്റെ നോട്ടം ഏതൊരു സൈന്യത്തെയും താറുമാറാക്കുന്ന ഒരു നോട്ടമാണ്. എത്ര ബലവാനെന്നായിരുന്നാലും ശരി, എത്ര ശക്തിയേറിയ കുതിരശക്തിയുള്ള സൈന്യമായിരുന്നാലും ശരി, എന്തുമാത്രം വെപ്പൺസ് ഓഫ് വാർ ഉള്ള സൈന്യമായിരുന്നാലും ശരി, തൻ്റെ ഒരു നോട്ടം മതി അതൊക്കെയും താറുമാറാകാൻ. ഇവിടെ ഇസ്രായേൽ മക്കളെ ചെങ്കടലിൽ കൂടെ കടത്തി രക്ഷിക്കുന്ന ആ വീണ്ടെടുപ്പ് വേളയ്ക്കിടയിൽ നമ്മൾ കാണുന്ന ഒരു വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് കർത്താവിന്റെ നോട്ടം. അത് മിസ്രൈമ്യ സൈന്യത്തെ താറുമാറാക്കി. തുടർന്ന് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും നമുക്ക് യഹോവയുടെ കണ്ണുകളെ കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 20-ഉം 21-ഉം വാക്യങ്ങൾ. പിന്നെ യഹോവ സോദോമിന്റെയും ഗോമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ഞാൻ ചെന്ന് അവൻ എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും എന്നരുളി ചെയ്തു. അവിടെ യഹോവ ഞാൻ അവിടെ ചെന്ന് നോക്കി അറിയും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇവിടെ 3 വ്യക്തികൾ അബ്രഹാമിന്റെ കൂടാരത്തിനടുത്തേക്ക് വരുന്നുണ്ട്. അതിൽ ഒരു വ്യക്തിയാണ് ഈ പറയുന്നത്. അത് മറ്റാരുമല്ല, ജഡാവതാരം എടുക്കുന്നതിന് മുമ്പുള്ള കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ആ വ്യക്തിയോട് അബ്രഹാം വളരെ ശ്രദ്ധയോടെ, വളരെ കൗതുകത്തോടെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അതേസമയം ഭയത്തോടും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിനിടയിൽ തന്റെ സ്വഭാവത്തെപ്പറ്റി വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞത്. എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും. അപ്പോൾ ലോത്തിനെയും കുടുംബത്തെയും ബാക്കി 2 പുരുഷന്മാർ വലിച്ചഴിച്ചുകൊണ്ട് ആ പട്ടണത്തിൽ നിന്ന്, ആ വലിയ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് 3ാമത് ഈ വ്യക്തി ആ പട്ടണത്തിലേക്ക് കടന്നു വരിക. എന്തിനാ? ആ പട്ടണത്തിൽ കേട്ട നിലവിളിക്ക് ഒത്തവണ്ണം അവർ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് നോക്കി അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കർത്താവ് തന്റെ ആ നോക്കി അറിയാൻ വേണ്ടി മുമ്പോട്ട് കടന്നു വന്നപ്പോൾ തീയും ഗന്ധകവും
സ്വർഗത്തിൽ കർത്താവിങ്കിൽ നിന്ന് ഇറങ്ങി വന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ത്രിയേക ദൈവത്തിന്റെ ഒരു ജഡ്ജ്മെന്റ്, ഒരു ന്യായവിധി അവിടെ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൽ പുത്രനാം ദൈവത്തിന്റെ ഒരു നോക്കി അറിയൽ അവിടെ ഉള്ളതായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കാരണം സ്വർഗത്തിലെ കർത്താവിങ്കിൽ നിന്ന് തീയും ഗന്ധകവും ഇറക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. ദ ലോർഡ് റെയിൻഡ് ഫയർ ആൻഡ് ബ്രിംസ്റ്റോൺ ഔട്ട് ഓഫ് ദ ലോർഡ് ഫ്രം ഹെവൻ. അപ്പോൾ സ്വർഗത്തിലെ കർത്താവിങ്കിൽ, അതായത് പിതാവാം ദൈവത്തിങ്കിൽ നിന്ന് അബ്രഹാമിനോട് സംസാരിച്ചുകൊണ്ട് നിന്ന ആ വ്യക്തി തീ ഇറക്കിയതായിട്ട് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെയൊക്കെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്ന ഈ കർത്താവിന്റെ നോട്ടം എന്തുമാത്രം പ്രത്യേകതയുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: എന്റെ ദൃഷ്ടി അവരുടെ എല്ലാ വഴികളുടെയും മേൽ വെച്ചിരിക്കുന്നു, അവ എനിക്ക് മറഞ്ഞു കിടക്കുന്നില്ല, അവരുടെ അകൃത്യം എന്റെ കണ്ണിന് ഗുപ്തമായിരിക്കുന്നില്ല. അപ്പോൾ താറുമാറാക്കി കളയുന്ന അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്ന ഒരു ദൃഷ്ടി അല്ലെങ്കിൽ ഒരു നോട്ടം, ഒരു പതിയിരിപ്പ് നമ്മുടെ കർത്താവിങ്കിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു നോട്ടം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം 61-ഉം 62-ഉം വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 61-ഉം 62-ഉം വാക്യങ്ങൾ. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി, ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളി പറയും എന്ന് കർത്താവ് അവനോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. അപ്പോൾ സോദോമിനെ നോക്കി നശിപ്പിച്ച ആ ദൈവത്തിന്റെ അതേ നോട്ടം, മിസ്രൈമിലെ സൈന്യത്തെ ഒക്കെയും നോക്കി താറുമാറാക്കിയ അതേ നോട്ടം ഇവിടെ പത്രോസിന്റെ നേരെ നോക്കുമ്പോൾ അത് തന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു നോട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന കാര്യം, കർത്താവിനെ ഒരു പുള്ളിപ്പുലിയോട്, അതിന്റെ ദൃഷ്ടിയോട്, അതിന്റെ കാഴ്ചശക്തിയോടും അതിന്റെ ആ ഒരു പതിയിരിപ്പിനോടും ഒക്കെ താരതമ്യം ചെയ്തിട്ടുണ്ടല്ലോ. ആ നോട്ടം നശിപ്പിച്ച് കളയുന്ന ഒരു നോട്ടം മാത്രമല്ല, ഒരു വ്യക്തിയെ പാപത്തിൽ നിന്ന് രൂപാന്തരപ്പെടുത്തുവാൻ കെൽപ്പുള്ള ഒരു നോട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യിരെമ്യാ പ്രവാചനം 24-ാമത്തെ അധ്യായം 6-ാമത്തെ 7-ാമത്തെ വാക്യത്തിൽ, ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും. ഞാൻ അവരെ പണിയും പൊളിച്ചു കളയുകയില്ല, അവരെ നടും പറിച്ചു കളയുമില്ല. ഞാൻ യഹോവ എന്ന് എന്നെ അറിവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. അവരെനിക്ക് ജനമായ ഞാൻ അവർക്ക് ദൈവമായിരിക്കും. അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിയും. അപ്പോൾ കർത്താവിന്റെ ദൃഷ്ടി ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു മകനെ സംബന്ധിച്ച്, അത് തന്നെ കേവലം നശിപ്പിച്ച് കളയുവാൻ വേണ്ടി മാത്രം ഉള്ളതായിട്ടുള്ളതല്ല, തന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു നോട്ടം കൂടെ ഉള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ആമോസിന്റെ 9-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹോവയായ കർത്താവിന്റെ ദൃഷ്ടി പാപമുള്ള രാജ്യത്തിന്മേൽ ഇരിക്കുന്നു എന്ന് കാണുന്നു. ഞാൻ അതിനെ ഭൂതലത്തിൽ നിന്ന് നശിപ്പിക്കും എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ പാപമുള്ള രാജ്യത്തിന്മേലും തന്റെ നോട്ടം ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി ഇതൊരു അനുകമ്പയുള്ള ഒരു നോട്ടമായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനങ്ങൾ 101:6 ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എൻ്റെ ദൃഷ്ടി അവരുടെ മേൽ ഇരിക്കുന്നു, നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും എന്ന് എഴുതിയിരിക്കുന്നു. മാത്രമല്ല, മോശയെ തന്റെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുന്ന വേളയിൽ എക്സഡസ് 3:7 പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു: യഹോവ അരുളി ചെയ്തു, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. അവരുടെ സകല കഷ്ടങ്ങളോടും കൂടെ കഷ്ടപ്പെട്ടവനായ ഒരു കർത്താവാണെന്ന് നമുക്ക് തിരുവെഴുത്തിൽ കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ നമ്മുടെ സകല കഷ്ടതകളെയും കാണുന്ന ഒരു കണ്ണ് ഉള്ള കർത്താവായിട്ട് നമുക്ക് അവനെ കാണുവാനായിട്ട് സാധിക്കും. എസ്രായുടെ പുസ്തകത്തിൽ വരുമ്പോൾ അവന്റെ നോട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എസ്രായുടെ പുസ്തകം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. എസ്രായുടെ പുസ്തകം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. എന്നാൽ ദൈവം യഹൂദന്മാരുടെ മൂപ്പന്മാരെ കടാക്ഷിച്ചതുകൊണ്ട് ഈ കാര്യം ദാര്യാവേശന്റെ സന്നിധിയിൽ ബോധിപ്പിച്ച് മറുപടി വരും വരെ അവരുടെ പണി മുടക്കിയില്ല. ആ വേദഭാഗം ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: ബട്ട് ദ ഐ ഓഫ് ദെയർ ഗോഡ് വാസ് വാച്ചിങ് ഓവർ ദി എൽഡേഴ്സ് ഓഫ് ദ ജൂസ്. ബട്ട് ദി ഐ ഓഫ് ദെയർ ഗോഡ് വാസ് വാച്ചിങ് ഓവർ ദി എൽഡേഴ്സ് ഓഫ് ദ ജൂസ്. യഹോവയുടെ കണ്ണ്
യഹൂദയുടെ മൂപ്പന്മാരുടെ മേൽ ഇരുന്നതായിട്ട് നമ്മൾ അവിടെ കാണുവാനായിട്ട് സാധിക്കും. അത് ട്രാൻസ്ലേഷനിൽ മലയാളത്തിൽ നമുക്ക് ആ ഭാഗം അങ്ങനെയല്ല കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ ബട്ട് ദി ഐ ഓഫ് ദിയർ ഗോഡ് എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏതൊരു മൂപ്പന്മാരുടെ മേൽ അവന്റെ ശ്രദ്ധയുണ്ട് എന്നും വ്യക്തമായിട്ട് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. അത് അനുകമ്പയോടുള്ള ഒരു നോട്ടമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ ആലയത്തിന്റെയും മതിലിന്റെയും ഒക്കെ പണി വളരെ വേഗത്തിൽ നടക്കുവാനായിട്ട് ആ ദേശത്ത് സാധിച്ചു. മാത്രമല്ല അതൊരു പ്രതികാരത്തിന്റെ നോട്ടം കൂടെയാണ് എന്നാണ് തിരുവഴുത്തിൽ നമ്മൾ കാണുന്നത്. ദിനവൃത്താന്തത്തിൽ 2-ാമത്തെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിൽ എന്നാൽ അവർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിന്റെ കൽപ്പന പ്രകാരം യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു. ഇത് യഹോയാദ പുരോഹിതന്റെ മകനെ അവിടെയുള്ള ഇസ്രായേൽ മക്കൾ ചെയ്ത കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ യഹോയാദയുടെ മകൻ പറഞ്ഞ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. അതിന്റെ 22-ാമത്തെ വാക്യം, അങ്ങനെ യോവാശ് രാജാവ് അവന്റെ അപ്പനായ യഹോയാദ തനിക്ക് ചെയ്ത ദയ ഓർക്കാതെ അവന്റെ മകനെ കൊന്നുകളഞ്ഞു. അവൻ മരിക്കുമ്പോൾ യഹോവ നോക്കി ചോദിച്ചു കൊള്ളട്ടെ എന്ന് ആ മകൻ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവിന്റെ ദൃഷ്ടി അതിലും ഉണ്ടായിരുന്നു. അതിന് തക്കവണ്ണം ആ യോവാശ് രാജാവിന്റെ അടുത്ത് അവൻ പ്രതിഫലം നൽകി അവനെ കൊന്നുകളഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവന്റെ ദൃഷ്ടി മനുഷ്യന്റെ വഴികളിന്മേലൊക്കെയും ഇരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. യഹോവയുടെ നോട്ടം അവരെ ചിതറിച്ചു, അവൻ അവരെ കടാക്ഷിക്കില്ല. അവർ പുരോഹിതന്മാരെ ആദരിച്ചില്ല, വൃദ്ധന്മാരോട് കൃപ കാണിച്ചതുമില്ല. അപ്പൊ ചിതറിക്കുന്ന ഒരു നോട്ടം കൂടെയാണ് യഹോവയുടെ നോട്ടം എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പം ഒരു പുള്ളിപ്പുലി പതിയിരിക്കുന്നത് പോലെ അതിന്റെ നോട്ടം അതിന്റെ ടാർജറ്റിൽ നിന്ന് ഒരു കാലത്തും മാറ്റാത്തത് പോലെ യഹോവയുടെ നോട്ടം തന്റെ ശത്രുക്കളുടെ മീതെ ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം എത്ര ശ്രേഷ്ഠമായിട്ടാണ് തിരുവെഴുത്തുകളിൽ വിവരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ നമ്മളെ വളരെ വ്യക്തമായിട്ട് നോക്കുന്ന, നമ്മുടെ വഴികളെല്ലാം അവന്റെ ദൃഷ്ടിയിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ നോക്കുന്നത് നമ്മെ നശിപ്പിച്ചു കളയാൻ വേണ്ടി മാത്രമല്ല, ഏതെങ്കിലും കാലം നാം തിരിച്ചു വരും എന്ന് നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അവൻ നമ്മളോട് പെരുമാറുന്നതേ ഉള്ളൂ. അവന്റെ ദൃഷ്ടിയെപ്പറ്റി പഠിക്കുമ്പോൾ കർത്താവിന്റെ കണ്ണ് ഒരു പ്രാവ് കണക്കെ ഇരിക്കുന്നതായിട്ട് ഉത്തമഗീതത്തിൽ എഴുതിയിരിക്കുന്ന എത്രയോ സത്യകരമായിട്ടുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാം. അതേസമയം വെളിപ്പാട് പുസ്തകത്തിൽ അവന്റെ കണ്ണുകൾ എത്രയോ ഭയാനകമായിട്ടിരിക്കുന്നു, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണായിട്ടിരിക്കുന്നു, അത് രൂപാന്തരപ്പെടുത്തുന്ന കണ്ണായിട്ടിരിക്കുന്നു, അത് തകർത്ത് കളയുന്ന, താറുമാറാക്കുന്ന, ഏതൊരു പാപിയം വിറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കണ്ണായിട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മാത്രമല്ല ഒരു പുള്ളിപ്പുലിയെ പോലെ തന്റെ സ്വഭാവത്തെ, അല്ലെങ്കിൽ ആ പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളികളെ മാറ്റിക്കളയുവാൻ സാധ്യമല്ലാത്തതുപോലെ കർത്താവിന് തന്റെ ക്യാരക്ടറിനെ ഒരിക്കലും ത്യജിച്ചു കളയുവാൻ ഒരു രീതിയിലും സാധ്യമല്ല. നമ്മുടെ മേൽ അവന്റെ ദൃഷ്ടി ഇരിക്കുന്നു. അപ്പോൾ എത്രമാത്രം സൂക്ഷിച്ചാണ് നമ്മൾ ഓരോരുത്തരും അവന്റെ മുമ്പാകെ ആയിരിക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി തുടർന്ന് ഓശയ പ്രവചനം 13-ാം അധ്യായം 4 മുതൽ 7 വരെയാണല്ലോ നമ്മൾ ചിന്തിച്ചത്. അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ വേറൊരു മൃഗത്തിനോട് കർത്താവിനെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഹോശയ പ്രവചനം 13-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. കുട്ടികൾ പൊയ്പോയ കരടിയെ പോലെ ഞാൻ അവരെ എതിരിട്ട് അവരുടെ ഹൃദയത്തിന്റെ നെയ്വല കീറിക്കളയും. അവിടെ വെച്ച് ഞാൻ അവരെ ഒരു സിംഹം പോലെ തിന്നുകളയും. കാട്ടുമൃഗം അവരെ കടിച്ചു കീറും. ഇസ്രായേലെ, നിന്റെ സഹായമായിരിക്കുന്ന എന്നോട് നീ മറുക്കുന്നത് നിന്റെ നാശം ആകുന്നു. ഇവിടെ കുട്ടികൾ പൊയ്പോയ ഒരു കരടിയെ പോലെ ഞാൻ അവരെ എതിരിട്ട് ചെല്ലും എന്നാണ് വേദഭാഗത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കർത്താവിനെ യഹൂദയുടെ സിംഹമായിട്ട് കണ്ടു. ബെന്യാമീൻ ഗോത്രത്തെ അശേഷം 600 പേരെ ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയും കീറിക്കളഞ്ഞ, അവരോട് പോയി യുദ്ധം ചെയ്യുവാൻ പറഞ്ഞ ഒരു സിംഹത്തെ ആയിട്ട് നമ്മൾ അവനെ കാണുന്നു. മാത്രമല്ല തന്റെ മേച്ചിൽ പുറന്ന് നോക്കി ഗർജിച്ചിരിക്കുന്ന ഒരു സിംഹമായിട്ട് നമ്മൾ കാണുന്നു. സ്വഭാവം ത്യജിച്ചു കളയാനാവാത്തൊരു പുള്ളിപ്പുലിയായിട്ട് നമ്മൾ അവനെ കാണുകയുണ്ടായി. ഇപ്പോൾ ഇതാ ഇവിടെ ഒരു കരടിയോട് നമ്മുടെ കർത്താവിനെ സമനാക്കി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് കേവലം ഒരു കരടിയല്ല, കുട്ടികൾ പൊയ്പോയ ഒരു കരടിയെ പോലെ
ഒരു പെൺകരടിയെ പോലെ ദുഃഖിച്ചുകൊണ്ടാണ് ദൈവം ഇസ്രായേലിന്റെ പിമ്പാകെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കരടികൾക്ക് അനേകം പ്രത്യേകതയുണ്ട്. പെൺകരടികൾക്ക് പ്രത്യേകിച്ച് സവിശേഷതകളുണ്ട്. കാരണം കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്ന, കുഞ്ഞുങ്ങളെ പോറ്റി പുലർത്തുന്നത് പെൺകരടികളാണ് എപ്പോഴും. വളരെ ശക്തിയേറിയ ഒരു മൃഗമാണ് കരടി. അതിന്റെ നഖങ്ങളൊക്കെ ഏതാനും ഇഞ്ച് കണക്ക് നീളമുള്ളതും ഒരടിക്ക് തന്നെ ഒരു മനുഷ്യന്റെ തല അറുത്ത് കളവാൻ ശക്തിയുള്ളതുമുള്ള അത്രയ്ക്ക് ശക്തിയുള്ള ഒരു മൃഗമാണ് ഈ കരടി. കണക്കുകൾ അനുസരിച്ചിട്ട് മനുഷ്യനും കരടിയും തമ്മിലുണ്ടാകുന്ന പല സംഘർഷങ്ങളിലും മനുഷ്യനെ പലപ്പോഴും കീറിക്കളയാറുണ്ട് ഈ കരടി. അതിൽ 70% തവണയും കീറിക്കളയുന്നത് ഒരു പെൺകരടി ആയിരിക്കും എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണക്ക്. കാരണം ഒരുപക്ഷെ ഒരു വ്യക്തി സൈക്കിളൊക്കെ ചെയ്തു പോകുമായിരിക്കും, അല്ലെങ്കിൽ ട്രക്കൊക്കെ ചെയ്തു പോകുന്ന വുഡ്സിനിടയിൽ കൂടെ ഒക്കെ ട്രക്ക് ചെയ്ത്, അല്ലെങ്കിൽ കാടിന്റെ ഇടയിൽ കൂടെ ഒക്കെ ട്രക്ക് ചെയ്ത് പോകുന്നതിനിടയിൽ അബദ്ധവശാൽ ഈ കുഞ്ഞു കരടികളുടെയും അതിന്റെ അമ്മക്കരടിയുടെ ഇടയിലൊക്കെ പെട്ടുപോകുന്ന സന്ദർഭത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് കരടി അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ അറ്റാക്ക് ചെയ്ത് മരിക്കുന്നതിൽ 70% പെൺകരടികളാണ് ഒരു വ്യക്തിയെ കീറിക്കളയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ പഴയ നിയമത്തിൽ എലീശ പ്രവാചകന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവിടെ 2 പെൺകരടികൾ വന്ന 42 ബാലന്മാരെയും കീറിക്കളയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തുമാത്രം അപകടകാരികളാണ് ഈ പെൺകരടി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ആ സന്ദർഭം നടക്കുന്ന, ആ പ്രവാചകനെ കളിയാക്കുന്നതിന്റെ മധ്യേ ദൈവം അവിടെ ഓൾറെഡി 2 പെൺകരടി ആക്കിയിട്ടുണ്ടായിരുന്നായിരിക്കും. ഒരുപക്ഷെ ഈ പെൺകരടിയുടെയും കുഞ്ഞുങ്ങളെ നഷ്ടമായതുകൊണ്ടായിരിക്കും ഇത്രയും രോഷത്തിൽ അവിടെ പെരുമാറുന്നതായിട്ട്, ബിഹേവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. ശമൂവേലിന്റെ 2-ാമത്തെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദാവീദിനെ ഒരു പെൺകരടിയോട് ഇവിടെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2 ശമൂവേലിന്റെ പുസ്തകം 17-ാമത്തെ അധ്യായം 6-ാമത്തെയും 7-ാമത്തെയും വാക്യങ്ങൾ. ഹൂശായി അബ്ശാലോമിന്റെ അടുക്കൽ വന്നപ്പോൾ അബ്ശാലോം അവനോട്, ഇന്നിന്ന പ്രകാരം അഹീത്തോഫേൽ പറഞ്ഞിരിക്കുന്നു, അവൻ പറഞ്ഞതുപോലെ നാം ചെയ്യുകയോ അല്ലെങ്കിൽ നീ പറക എന്ന് പറഞ്ഞു. ഹൂശായി അബ്ശാലോമിനോട് പറഞ്ഞതെന്തെന്നാൽ, അഹീത്തോഫേൽ ഇപ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നുപോയ കരടിയെപ്പോലെ ഉഗ്രമാനസന്മാരും ആകുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. നിന്റെ അപ്പൻ യോദ്ധാവാകുന്നു, അവൻ ജനത്തോടുകൂടെ രാപാർക്കയില്ല. ഇവിടെ അഹീത്തോഫേൽ, ഈ സന്ദർഭം നമുക്കറിയാം, അബ്ശാലോം തന്റെ അപ്പനായ ദാവീദിനെ പിഞ്ചെന്ന് കൊല്ലട്ടെയോ എന്നുള്ള ആ അഹീത്തോഫേലിന്റെ ആലോചന കൺസിഡർ ചെയ്യുന്നതിന്റെ ആ ഒരു സന്ദർഭമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അഹീത്തോഫേലിന്റെ ആലോചന നല്ലതാണോ അല്ലയോ എന്ന് അവിടെ ഉണ്ടായിരുന്ന ഹൂശായിയോട് അബ്ശാലോം ചോദിക്കുന്ന ഒരു രംഗമാണ്. അപ്പോൾ ഹൂശായി അതിന് പറഞ്ഞ ഒരു മറുപടിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അബ്ശാലോം പറഞ്ഞ ഈ അഹീത്തോഫേൽ പറഞ്ഞ ആ ആലോചന നന്നല്ല. കാരണം ദാവീദിനെ സംബന്ധിച്ച് അവന് തന്റെ മകനെ നഷ്ടപ്പെട്ട പോലെ അവിടെ ആയിരിക്കുക. തന്റെ അബ്ശാലോം, തന്റെ പ്രിയ മകനായ അബ്ശാലോമിനെ നഷ്ടപ്പെട്ട ആ ഒരു മാനസിക അവസ്ഥയിലാണ് താൻ ഒളിവിൽ പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അവനെ പിന്തുടർന്ന് കൊല്ലുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല ആലോചന അല്ല എന്നാണ് ഹൂശായി ഇവിടെ പറയുന്നത്. അതിന്റെ കാരണം, നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നുപോയ കരടിയെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ കവർന്നുപോയ ഒരു കരടി എന്തുമാത്രം അപകടകാരിയാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാവീദിനെ അങ്ങനെ ഒരു വീരനായിട്ട്, അങ്ങനെ ഒരു മഹാവിഷമത്തിലൂടെ കടന്നുപോയിരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ഒരു കരടി തന്റെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട വേദനയോട് ഇരിക്കുന്നവനായിട്ട് നമ്മൾ കാണുകയാണ്. ഇവിടെ നമ്മുടെ കർത്താവിനെയും താരതമ്യം ചെയ്തിരിക്കുന്നത്, ഹോശേയ പ്രവാചകൻ താരതമ്യം ചെയ്തിരിക്കുന്നത് തന്റെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോയ ഒരു കരടിയോട് തുലനം ചെയ്തുകൊണ്ടാണ്. ഒരു വിശ്വാസി നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ ഒരു വിശ്വാസി പിന്മാറ്റത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ സംബന്ധിച്ച് അതുണ്ടാക്കുന്ന വേദനയുടെ ആഘാതം എന്തുമാത്രം ഉണ്ട് എന്നുള്ളതിനെ പറ്റിയാണ് പ്രവാചകൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കരടിക്ക് തന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകുന്നതിനോളം വേദന. അതായത് ഏത് എക്സ്റ്റെന്റ് വരെയും ദൈവം ആ കരടി കുഞ്ഞുങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി പോകും എന്നുള്ള ആ ഒരു ആശയത്തിലാണ് അതവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ പല സാഹചര്യങ്ങളിൽ കൂടെ കർത്താവ് തന്റെ മക്കളെ കടത്തിവിടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. ഒരു കരടി എന്തുമാത്രം
കീറിക്കളയുന്നത്, എന്തുമാത്രം ക്രോധത്തോടെ, എന്തുമാത്രം ഇൻട്രസ്റ്റോടെ അതിന്റെ കുഞ്ഞുങ്ങളെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ ദൈവവും അത്രയും തീക്ഷ്ണതയോടെ ഓരോ വിശ്വാസിയുടെയും കാര്യത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാൻ പറ്റുന്ന കാര്യം. അല്ലെങ്കിൽ പോട്ടെ, പോകുന്നവൻ പോട്ടെ, അവനെ അങ്ങ് കളഞ്ഞേക്കാം എന്നുള്ള രീതിയിലല്ല നാം ആ നല്ലിടേന്റെ ഉപമ കാണുന്നുണ്ടല്ലോ. ആ നഷ്ടപ്പെട്ടു പോയ ആടിനെ എന്തുമാത്രം ത്യാഗങ്ങൾ സഹിച്ചാണ് ആ ഇടയൻ തിരികെ കൊണ്ടുവരുന്നത്. അതിനപ്പുറം തീക്ഷ്ണതയോടെ ഒരു കരടിയെ പോലെ അവൻ നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഉത്സാഹമുള്ളവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ കരടിയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് തന്റെ കുഞ്ഞുങ്ങളെ വളരെയധികം കാര്യങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മരം കയറാൻ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എത്തിപ്പിടിക്കാൻ പറ്റാത്ത ചെടികളിൽ നിന്നൊക്കെ എങ്ങനെയാണ് ബെറീസ് പറിച്ചെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു കുഞ്ഞു കരടിയെ തന്റെ അമ്മക്കരടി പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കരടിക്കുള്ളൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു മീൻപിടുത്തക്കാരനാണ്. വളരെ എഫേർട്ട്ലെസ് ആയിട്ട് വളരെ കൗതുകമാർന്ന രീതിയിൽ മീൻ പിടിക്കുന്ന ഒരു മൃഗമാണ് കരടി. തന്റെ കുഞ്ഞുങ്ങളെ വെള്ളത്തിൽ ഇറക്കി മീൻ പിടിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ പിടിച്ചുകൊണ്ട് ഏതൊരു മൃഗവും പിടിച്ചുകൊണ്ട് ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ കരടിയെ സംബന്ധിച്ച് അത് കുഞ്ഞുങ്ങളെ വെള്ളത്തിൽ ഇറക്കി മീൻ പിടിപ്പിക്കുന്ന ഒരു ജീവിയായിട്ട് നമുക്ക് അതിനെ കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ സാൽമൺ എന്ന് പറയുന്ന ഒരു മീനുണ്ട്. അത് ഒഴുക്കിനെതിരെ നീന്തി കയറുന്ന ഒരു മൈഗ്രേറ്ററി സ്വഭാവമുള്ള ഒരു തീർത്ഥാടനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു മത്സ്യമായിട്ട് നമുക്ക് അതിനെ കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ അത് ഉയർന്ന് ചാടി പാറക്കെട്ടുകളിലേക്ക്, വെള്ളച്ചാട്ടത്തിലേക്ക്, ഉയരത്തിലേക്ക് ചാടി പോകുന്ന ഒരു മീനാണ്. അപ്പൊ ഈ കരടി തന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഉയരത്തിൽ നിർത്തി ഈ മേളിലേക്ക് ചാടി വരുന്ന മീനിനെ വളരെ മനോഹരമായിട്ട് കൗതുകമാർന്ന രീതിയിൽ പിടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് തന്നെയാണ് കാണുന്നത്. പത്രോസും മറ്റു ശിഷ്യന്മാരും ഒക്കെ തങ്ങളുടെ വലകളെയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന വേളയിൽ കർത്താവും കടന്നു വന്ന് എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മീൻ പിടിക്കുന്നവരല്ല മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അപ്പോൾ കർത്താവ് സുവിശേഷീകരണത്തിനായിട്ട് തൻ്റെ മക്കളെ വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കേവലം താൻ തന്നെ രക്ഷിച്ച് ഓരോരുത്തരെ വീണ്ടെടുക്കുന്ന മാത്രമല്ല, തൻ്റെ രക്ഷാപദ്ധതിയിൽ തൻ്റെ മക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കരടി തൻ്റെ കുഞ്ഞുങ്ങളെ വെള്ളത്തിൽ ഇറക്കി മീൻ പിടിപ്പിക്കുന്നത് പോലെ കർത്താവും നമുക്കൊരു വയൽ ഒരുക്കിയിട്ടുണ്ട്. തൻ്റെ കുഞ്ഞുങ്ങളെ ആ വയലിൽ ആക്കി വെച്ചിരിക്കുക. ഒരു കരടി എങ്ങനെയാണ് അതിനെ മീൻ പിടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്, അതുപോലെ നമ്മളെ ഏവരെയും മനുഷ്യരെ പിടിക്കുവാനായിട്ട് കർത്താവ് ആക്കി വെച്ചിരിക്കുക. മാത്രമല്ല ഒരു പ്രത്യേക സ്വഭാവം ഇതുള്ളത്, അമ്മയെ വിട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു പക്ഷേ ഈ കരടി കുഞ്ഞുങ്ങൾ അത്രയും എക്സ്പേർട്ടായിട്ട് മാറത്തില്ല മീൻ പിടിക്കുവാനായിട്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പിന്നെയും ഈ അമ്മക്കരടി അടുത്ത് വന്ന് ഈ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നതായിട്ടും പഠിപ്പിക്കുന്നതായിട്ടും കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ തിബരിയാസ് കടൽക്കരയുടെ ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോഴും അത് തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും പത്രോസിനും യോഹന്നാനും ഒന്നും കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ കർത്താവ് അവരെ തേടി, ഒരു പെൺകരടി, ഒരു അമ്മക്കരടി തൻ്റെ കുഞ്ഞുങ്ങളെ തേടി വരുന്നത് പോലെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നതിനായിട്ട് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവ് നമ്മളെ ഉപദേശിക്കുന്നവനായിട്ട്, നമ്മുടെ സദാകാലം നമ്മളെ പഠിപ്പിക്കുന്നവനായിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് തിരുവെഴുത്തുകളിൽ മനസ്സിലാകും. ആവർത്തന പുസ്തകം 4:36 അവൻ നിനക്ക് ബുദ്ധി ഉപദേശിക്കേണ്ടതിന് ആകാശത്ത് നിന്ന് തന്റെ ശബ്ദം നിന്നെ കേൾപ്പിച്ചു, ഭൂമിയിൽ തന്റെ മഹത്തായ തീയും നിന്നെ കാണിച്ചു, നീ അവന്റെ വചനവും തീയുടെ നടുവിൽ നിന്ന് കേട്ടു എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബുദ്ധി ഉപദേശിക്കേണ്ടതിന് ആകാശത്തിൽ നിന്ന് തന്റെ ശബ്ദം കേൾപ്പിക്കുന്നവനായ ആ കർത്താവായ യേശു ക്രിസ്തു. സങ്കീർത്തനങ്ങളിൽ ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇവിടെ പ്രവാചകൻ എഴുതിയിരിക്കുന്ന ആ ഭാഗത്ത്, ഓശയ പ്രവാചകൻ എഴുതിയിരിക്കുന്ന ഭാഗത്ത് കരടി ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യം അവിടെ ഉണ്ട്. അത് എന്താണ് ചെയ്യുന്നത്? ആ ഇസ്രായേൽ മക്കളുടെ ഹൃദയത്തിന്റെ നെയ്വല കീറുകയാണ് ചെയ്യുന്നത്. ആ തൻ്റെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടുപോയ വെപ്രാളത്തിൽ ആ കരടി ചെയ്യുന്നതാണ് തൻ്റെ മക്കളുടെ ഹൃദയത്തിന്റെ നെയ്വല കീറിക്കളയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
ഈ നെയ്വല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൃദയത്തിന്റെ മേളിലുള്ള ഒരു കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ള ഒരു ഫാറ്റി ലെയർ ആയിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ അത് തന്നെയാണ് അതിന്റെ മുമ്പിലത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്നത്. മേച്ചിൽ ഉള്ളതുപോലെ അവർ മേഞ്ഞ് തൃപ്തരായപ്പോൾ അവരുടെ ഹൃദയം ഉയർന്നു, അതുകൊണ്ട് അവരെന്നെ മറന്നു കളഞ്ഞു. അപ്പോൾ നമുക്ക് വളരെയധികം മേച്ചിൽ ഉണ്ട്. ആ മേച്ചിലൊക്കെ തിന്ന് ഒരുപക്ഷെ വചനമൊക്കെ കേട്ട് നമ്മുടെ ഹൃദയം ഉയർന്നു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെ ഉയർന്നു പോയ ഒരു ഹൃദയത്തെ ഇവിടെ കർത്താവ് എന്താണ് ചെയ്യുന്നത് എന്ന് എഴുതിയിട്ടുണ്ട്. അതൊരു ഹൃദയത്തിന്റെ ആ നെയ്വല അവൻ കീറിക്കളയും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആവർത്തന പുസ്തകത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ആവർത്തന പുസ്തകം 32:23 വരുമ്പോൾ അവിടെ നമ്മൾ ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് ദൈവം ഇസ്രായേലിനെ നടത്തിയത് എന്ന് മോശയുടെ പാട്ടിൽ കൂടെ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് മേച്ചിൽപ്പുറങ്ങളിൽ അവന് മേച്ചിൽ കൊടുത്തത്. ആ മേച്ചിലൊക്കെ ഭക്ഷിച്ചു കഴിഞ്ഞ്, ആ ഭക്ഷണമൊക്കെയും ഭക്ഷിച്ചു കഴിഞ്ഞ് യശൂരൂൻ, അതായത് ഇസ്രായേലിന്റെ വേറൊരു പേരാണ് യശൂരൂൻ. ആ യശൂരൂൻ എന്താണ് പറ്റിയത്? അവൻ പുഷ്ടി വെച്ച് ഉതച്ചു. അവൻ പുഷ്ടി വെച്ച് കനത്ത് തടിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് തന്നെയാണ് ഹോശേയ പ്രവാചകൻ പറഞ്ഞത്. അവരുടെ ഹൃദയങ്ങളുടെ മേലുള്ള ആ നെയ്വല പുഷ്ടി വെച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരുപക്ഷെ നമുക്കിങ്ങനെ ചിന്തിക്കാം. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ വചനമൊക്കെ നന്നായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് നന്നായിട്ട് വചനം ലഭിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു രീതിയിലും അഹങ്കരിക്കാനുള്ളൊരു കാര്യമേ അല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവഴുത്തിൽ എവിടെ പരിശോധിച്ച് നോക്കിയാലും ദൈവവചനത്താൽ പോഷിക്കപ്പെട്ടവർ, കർത്താവ് മേച്ചിൽപ്പുറങ്ങളിൽ കൂടെ മെല്ലെ നടത്തിയവരെല്ലാവരും വചനം കേട്ട് അവരുടെ ഹൃദയത്തിന്റെ ദുഷ്ടത കൊണ്ട് ഉയർന്നവരായി തീർന്നവരായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്നത് പുഷ്ടി വെച്ച് ഉതച്ചെന്ന. നമ്മൾ പുതിയ നിയമത്തിലോട്ട് വരുമ്പോഴത്തേക്കും പുഷ്ടി വെച്ച് ഉതച്ച വേറൊരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് മറ്റാരുമല്ല, പൗലോസാണ്. താൻ അറിവില്ലായ്മയുടെ കാലത്ത്, ശൗൽ എന്ന പേരുള്ള കാലത്ത് തന്നെ കർത്താവിന്റെ നേരെ ഉതച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. അവിടെ കർത്താവ് പൗലോസിനെ വാൺ ചെയ്യുന്നുണ്ട്. എന്റെ നേരെ ഒരു മുള്ളിനെതിരെ ഉതയ്ക്കുന്നത് നിനക്ക് പ്രയാസം. എന്തുകൊണ്ടാണ് ശൗല് അങ്ങനെ ധൈര്യത്തോടെ സഭയെ മുടിച്ചു കളവാൻ വേണ്ടി മുമ്പോട്ട് വന്നത്? ഒരുപക്ഷെ തനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ നല്ല രീതിയിൽ വചനം പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, ദൈവത്തിന്റെ ന്യായപ്രമാണം ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നത്തേൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഗമാലിയലിന്റെ കാൽക്കീഴിലിരുന്നാണ് താൻ വചനം പഠിച്ചതെന്നൊക്കെ. എന്നാൽ മോശ കൊടുത്ത അതേ ന്യായപ്രമാണം പഠിച്ച ഈ ശൗല് പോലും തെറ്റിപ്പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എത്രയോ ബലഹീനന്മാരാണ്. നമ്മൾ ഇതിനേക്കാൾ എത്രയോ അധികം ശ്രദ്ധയോടെ ജീവിക്കേണ്ടവരാണ്. കാരണം ശൗലിന് തെറ്റിപ്പോയെങ്കിൽ, ശൗല് പുഷ്ടി വെച്ച് ഉതച്ചെങ്കിൽ, വചനം പഠിച്ച് ഉയർന്നു പോയി, ഹൃദയം ഉയർന്നു പോയി ദൈവമക്കളെ ഉപദ്രവിക്കുന്നതിനായി തീർന്നെങ്കിൽ, നമ്മളും എത്രത്തോളം ശ്രദ്ധയോടെ ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. സങ്കീർത്തനങ്ങളിൽ 50 നമ്മൾ ഇങ്ങനെ കാണും, നീ ശാസനയെ വെറുത്ത് എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. അപ്പോൾ യശൂരൂൻ ഇങ്ങനെയൊക്കെ ഉതച്ചതിന്റെ കാരണം അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലെ. 15-ാമത്തെ വാക്യത്തിൽ അവനെ ഉണ്ടാക്കിയ ദൈവത്തെ അവൻ ത്യജിച്ച് തന്റെ രക്ഷയുടെ പാറയെ നിരസിച്ചു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഹി ലൈറ്റ്ലി എസ്റ്റീംഡ് ദ ഗോഡ് ഹു മെയ്ഡ് ഹിം. അപ്പോൾ കർത്താവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നാണ് ഇസ്രായേൽ മക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്വഭാവങ്ങളെ ദൈനംദിനം നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടുന്ന ആവശ്യകത. കാരണം അവന്റെ സ്വഭാവങ്ങളെ പഠിക്കും തോറും നമുക്ക് അവന്റെ ഔന്നത്യം മനസ്സിലാക്കുകയും നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുകയും ചെയ്യും. എന്നാൽ യശൂരൂൻ പുഷ്ടി വെച്ച് ഉതച്ചു. അങ്ങനെ ചെയ്തപ്പോൾ ദൈവത്തെ അവൻ കുറച്ചു കണ്ടു. സങ്കീർത്തനം 50 നമ്മൾ കാണുന്നുണ്ട്, ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കാൽ ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിൻ മുമ്പിൽ അവയെ നിരത്തിവെക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തു കൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. അപ്പോൾ പുഷ്ടി വെച്ച് ഉതയ്ക്കുന്ന ഒരുവനെ സംബന്ധിച്ച് കർത്താവിനെ അവൻ യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പിൻ എന്നാണല്ലോ വചനം പറയുന്നത്. അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പിൻ എന്ന് പറയുമ്പോൾ അവനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ പരിജ്ഞാനത്തിൽ വളരണം. ആ പരിജ്ഞാനത്തിൽ വളരാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും മഹത്വം കൊടുക്കാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ആ പരിജ്ഞാനത്തിലേക്ക് വളരാത്ത ഒരു വ്യക്തിക്ക്
അവരുടെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു പാപമുണ്ടാവും. എന്താ? ദൈവത്തെ എസ്റ്റീം ചെയ്യേണ്ടതുപോലെ എസ്റ്റീം ചെയ്യുന്നില്ല. ദൈവത്തെ കുറച്ച് കാണുന്ന ഒരു പാപം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. യിരെമ്യാവ് 4:4 ഇങ്ങനെ പറയുന്നുണ്ട്, യഹൂദ പുരുഷന്മാരും യെരുശലേം നിവാസികളുമായുള്ളവരെ, നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എന്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളവേ. അപ്പോൾ ഹൃദയത്തിന്റെ ആ ഒരു ഫാറ്റ്നെസ് അല്ലെങ്കിൽ നെയ്വല കീറിക്കളയേണ്ട അത്യാവശ്യം എന്തുമാത്രം ഉണ്ട് എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാകാം. ഇങ്ങനെ ഒരു കരടി ഹൃദയത്തിന്റെ നെയ്വല കീറിക്കളയുന്ന പോലെ കർത്താവ് നമ്മുടെ ഹൃദയത്തെ തന്റെ വചനം കൊണ്ട് കീറിക്കളയുന്നവനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി കർത്താവ് എന്തുകൊണ്ടാണ് ഈ ഹൃദയത്തിന്റെ നെയ്വല കീറിക്കളയുന്നത്? അതിന്റെ രണ്ടാമത്തെ കാരണം, ഒന്നാമത് നമ്മൾ കണ്ടു, ദൈവത്തെ നമ്മൾ അവനെക്കുറിച്ച് തെറ്റായിട്ടുള്ള നിരൂപണങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവനെ ലൈറ്റ്ലി എസ്റ്റീം ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു കീറിക്കളയൽ അവിടെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഹോശയ പ്രവചനം 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഹോശയ പ്രവചനം 6-ാം അധ്യായം, അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഹോശയ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കാം. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്നു, പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. എഫ്രൈമേ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? യഹൂദയെ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? നിങ്ങളുടെ വാത്സല്യം പ്രഭാതമേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞ് പോലെയും ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ കീറിക്കളയുന്നതിന്റെ രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ വാത്സല്യം പ്രഭാതമേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞ് പോലെയും ഇരിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് തന്റെ ജീവിതത്തിലെ വാത്സല്യം എങ്ങനെ ഇരിക്കുന്നു എന്ന് പരിഗണിക്കേണ്ട ഒരു ആവശ്യകത ഇവിടെ ഉണ്ട്. നിങ്ങളുടെ വാത്സല്യം പ്രഭാതമേഘം പോലെ ഇരിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന ഉടനെ ആ മേഘങ്ങളൊക്കെ അങ്ങ് പോയിക്കളയും. അല്ലെങ്കിൽ രാവിലെ നമ്മൾ കാണുന്ന മഞ്ഞ് കുറച്ച് വെയിൽ തട്ടുമ്പോഴത്തേക്കും അത് ഇല്ലാതെയായി പോകും. അതുപോലെയാണ് എഫ്രൈമിന്റെയും യഹൂദയുടെയും ആ ഗോത്രങ്ങളുടെയൊക്കെ വാത്സല്യം അല്ലെങ്കിൽ അവരുടെ സ്നേഹപ്രവൃത്തികൾ ഇരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? 5-ാമത്തെ വാക്യം, അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാർ മുഖാന്തരം അവരെ വെട്ടി, എന്റെ വായിലെ വചനങ്ങളാൽ അവരെ കൊന്നുകളഞ്ഞു. എന്റെ ന്യായം വെളിച്ചം പോലെ ഇരിക്കുന്നു. യാഗത്തിലല്ല, ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. യാഗത്തിലല്ല, ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. വാത്സല്യം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ കീറിക്കളയും എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഈ ഭാഗത്തു നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. അതിന്റെ 1-ാം വാക്യത്തിൽ അതാണല്ലോ നമ്മൾ കാണുന്നത്. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു. അപ്പോൾ ഒരു കരടി എന്തുകൊണ്ടാണ് തന്റെ ഈ ഇസ്രായേൽ മക്കളെ കീറിക്കളയുന്നത്, അല്ലെങ്കിൽ തന്നിൽ നിന്ന് അകന്നു പോകുന്നവരെ കീറിക്കളയുന്നതിനുള്ളതിന്റെ രണ്ടാമത്തെ കാരണം ആദ്യ സ്നേഹം നാം വിട്ടുകളയുന്നു എന്നുള്ളതാണ്. അവരുടെ വാത്സല്യം അവർ വിട്ടുകളഞ്ഞു, അതുകൊണ്ട് യഹോവ അവരെ കീറിക്കളഞ്ഞു. ഇതേ സന്ദേശം തന്നെയാണ് നമ്മൾ വെളിപ്പാടിലേക്ക് വരുമ്പോഴത്തേക്കും കർത്താവ് സഭകൾക്ക് കൊടുക്കുന്ന ദൂതിലും കാണുന്നത്. എഫെസോസ് സഭയെ സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത്. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. അത് തന്നെയല്ല, പിന്നെ വേറെ സഭകളിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ കാണുന്ന ഒരു വേദഭാഗം എന്ന് പറയുന്നത് ദൈവം അവരോട് പോരാടും എന്ന് ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ഞാൻ എൻ്റെ ഇരുവായ്ത്തൊല്ലയുള്ള വാൾ കൊണ്ട് നിങ്ങളോട് പോരാടും എന്നുള്ള അർത്ഥത്തിൽ അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കിന്ന് കാണുവാനായിട്ട് സാധിച്ചു, കർത്താവ് ഒരു പുള്ളിപ്പുലിയെ പോലെ ഇരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചു, ബെന്യാമിൻ ഗോത്രത്തെ അശേഷം കീറിക്കളഞ്ഞ യഹൂദയുടെ ഗോത്രത്തിന്റെ നേതാവായ സിംഹമായ യഹൂദയുടെ സിംഹമായ കർത്താവായ യേശുക്രിസ്തു. ഇന്ന് നമ്മൾ കാണുന്നു തന്റെ ദൃഷ്ടി ഏതൊരു വ്യക്തിയുടെയും മേൽ ഒരു പുള്ളിപ്പുലി പതിയിരിക്കുന്ന പോലെ ഇരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു.
പിന്നെ നമ്മൾ കണ്ടു ആദ്യ സ്നേഹം അല്ലെങ്കിൽ വാത്സല്യം ജീവിതത്തിൽ കുറഞ്ഞു വരുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ കീറിക്കളയുന്ന ഒരു കരടിയെ പോലെ, ഹൃദയത്തിന്റെ നെയ്വല കീറിക്കളയുന്ന ഒരു കരടിയെ പോലെ അവൻ ഇരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ഈ വചനങ്ങൾ നമ്മുടെ തുടർന്നുള്ള വിശ്വാസ ജീവിതത്തിന് ഉതകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുക.